ഹായ് ഡിയർ ഫ്രണ്ട്സ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് തന്നെയാണ് ഇന്നും ചെയ്യുന്നത്. അതിൽ സെക്യൂരിറ്റി ഗാർഡ് SSLC ലെവൽ മെയിൻ എക്സാം ആണ്. എക്സാം നടന്നത് 28/2023 ക്വസ്റ്റ്യൻ കോഡ്. എക്സാം നടന്നത് 5/5/2023. അപ്പോൾ ഈ അടുത്തിടെ നടന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രദേശം ഇടനാടാണ് കേട്ടോ. ഇവയെ അറിയപ്പെടുന്നത് 7.5 മുതൽ 75 കിലോമീറ്റർ ആണ് ഇടനാട്. 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുക? ഉപദ്വീപ് എന്നാണ് കേട്ടോ. 3 വശം ഉപദ്വീപാണ്. വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വരയാടുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ദേശീയോദ്യാനം? ഇരവിക്കുളത്തിലും 2, വരയാടിലും 2, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങനാണ് കേട്ടോ. പ്രസിദ്ധമായ മാർത്താണ്ഡവർമ്മ പാലം കേരളത്തിലെ ഏത് നദിക്ക് കുറുകെയാണ്? പെരിയാറിന് കുറുകെയാണ് മാർത്താണ്ഡവർമ്മ പാലം. ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള കേരളത്തിലെ ജില്ല ആലപ്പുഴയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം പരുത്തി തുണി വ്യവസായമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം. പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള കേരളത്തിലെ ജില്ല തിരുവനന്തപുരമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം സ്ഥിതി ചെയ്യുന്നത്. ഹരിതമിത്ര പുരസ്കാരം ഏതിനത്തിലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? പച്ചക്കറി കർഷകനാണ്. ഹരിതം പച്ചക്കറി. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഏതാണ്? ജോഗ് വെള്ളച്ചാട്ടമാണ് കേട്ടോ. കേരളത്തിൻ്റെ കാശ്മീർ എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം ഏതാണ്? മൂന്നാറാണ്. മൂന്നാറുള്ള ജില്ല ഏതറിയാലോ? ഇടുക്കിയാണ്. ഇന്ത്യയുടെ തദ്ദേശീയമായ COVID-19 വാക്സിൻ ഏതാണ്? കോവാക്സിൻ ആണ് കേട്ടോ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി പ്രൊജക്റ്റ് ഗ്രീൻ ഗ്രാസ്. വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ. കാരണം നമുക്കിതെല്ലാം കാണുമ്പോൾ ഒരേപോലെ തോന്നും കേട്ടോ. ഇവിടെ പ്രൊജക്റ്റ് ഗ്രീൻ ഗ്രാസ് ആണ് കേട്ടോ. കേരളത്തിലെ ആദ്യ ശുചിത്വ പഞ്ചായത്ത്? ഉത്തരം പോത്തുകല്ലാണ്. കേരളത്തിലെ ഏറ്റവും ആദ്യ ശുചിത്വ പഞ്ചായത്ത് പോത്തുകല്ലാണ്. പോത്തുകൽ മലപ്പുറം ജില്ലയിലാണ് കേട്ടോ. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം? ഉത്തരം ഉത്തര മഹാസമുദ്രമാണ്. സമതലമാണ് കേട്ടോ. ഇതാ ഭൂപ്രകൃതി വിഭാഗം എന്ന് ചോദിക്കുമ്പോൾ ഉത്തര മഹാസമതലമാണ്. ഷോളയാർ അണക്കെട്ട് ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ്? ചാലക്കുടി നദിയിലാണ് ഏത്? ഷോളയാർ അണക്കെട്ട്. ഓക്കെ. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം? പൂക്കോട് തടാകം. ഫുൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. കേരളത്തിൽ ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത ജില്ല? ഉത്തരം എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കോഴിക്കോടാണ്. ദണ്ഡി കടപ്പുറം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് കേളപ്പനാണ്. സംസ്ഥാന ലിസ്റ്റിൽപ്പെടുന്നവ ഏതൊക്കെയാണ്? പോലീസാണ് കേട്ടോ. റെയിൽവേ, കമ്പിത്തപാൽ, വാർത്താവിനിമയം അല്ല, ഏതാണ്? സംസ്ഥാന ലിസ്റ്റിൽപ്പെടുന്നത് പോലീസ്. രവികുമാർ ദഹിയ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്പോർട്സ് ആണ്. ഇന്ത്യയിൽ നിന്നുള്ള ഫ്രീ സ്റ്റൈൽ ഗുസ്തി താരമാണ് രവികുമാർ എന്നും അറിയപ്പെടുന്ന വ്യക്തി.
ഭരണ സംവിധാനത്തിന് ഉചിതമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുവാൻ നിയമിക്കപ്പെട്ടത്? സൈമൺ കമ്മീഷൻ. ഉത്തരവാദിത്വ ഭരണ സംവിധാനത്തിന് ഉചിതമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കാൻ നിയമിച്ച കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. ഗാന്ധിജി ദണ്ഡിയാത്രയോടുകൂടി ആരംഭിച്ച പ്രക്ഷോഭം? സിവിൽ ആജ്ഞാലംഘനം. കോട്ടയത്തെ രാജാവായിരുന്നു ആര്? പഴശ്ശി രാജാവ്. ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു ആര്? ഓപ്ഷൻ ബി മലബാർ. ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിൽ മലബാർ. വൈക്കം സത്യാഗ്രഹത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് പങ്കെടുത്തവരിൽ പ്രധാനി? ഇ വി രാമസ്വാമി നായ്ക്കർ. വൈക്കം വീരർ എന്നും ഇ വി രാമസ്വാമി നായ്ക്കരെ അറിയപ്പെടുന്നു. സ്വാമിത്തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ജന്മസ്ഥലമാണ്? വൈകുണ്ഠ സ്വാമികളുടെ. മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെട്ടിരുന്ന ഭരണഘടനാ വകുപ്പ് ഭാഗം 4A ആണ് കേട്ടോ. ബേലൂർ മഠം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. ബേലൂർ മഠം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടന രാമകൃഷ്ണ മിഷൻ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. തിരുവിതാംകൂർ അമേരിക്കൻ മോഡൽ ഭരണ സംവിധാനം വിഭാവനം ചെയ്തത്? തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണ സംവിധാനം വിഭാവനം ചെയ്തതാരാണ്? ഉത്തരം CP രാമസ്വാമി അയ്യറാണ് കേട്ടോ. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത്? ഉത്തരം ആര്യ പള്ളം. സ്പീക്കർ രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്? ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് കേട്ടോ. പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ചീഫ് ജസ്റ്റിസ് ആണ്. പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഇന്ത്യയിൽ ഡയമണ്ട് കൂടുതലായി കാണുന്ന സംസ്ഥാനം? മധ്യപ്രദേശ്. ഡയമണ്ട് കൂടുതലായി കാണുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം? ഉത്തരം ബി മുംബൈ ആണ്. പ്ലാസ്റ്റിക് മണി എന്നറിയപ്പെടുന്നത്? ക്രെഡിറ്റ് കാർഡിനെയാണ് പ്ലാസ്റ്റിക് മണി എന്നറിയപ്പെടുന്നത്. ലോക ബാങ്കിന്റെ മറ്റൊരു പേരാണ് IBRD. താഴെ തന്നിട്ടുള്ള 2 പ്രസ്താവനകളിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഉത്തരത്തിലേക്ക് നമുക്ക് നേരെ പോവാം, സമയം. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2 പ്രസ്താവനകളും ശരിയാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയുടെ ദാരിദ്ര്യരേഖയെക്കുറിച്ച് ആദ്യ വിശകലനം നടത്തിയത് ദാദാഭായ് നവറോജിയാണ്. ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് രണ്ടും ശരിയാണ്. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി ആയിരിക്കും. ചിലപ്പോൾ പ്രധാനമന്ത്രിയുടെ പേരായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ S സ്വാമിനാഥനാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്ത്? വെള്ളനാട്. ശരിയായ ജോഡി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. വള്ളത്തോൾ പുരസ്കാരം മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് കേട്ടോ. വള്ളത്തോൾ പുരസ്കാരം. ഹിപ്പോപ്പൊട്ടാമസ് ചുവന്ന വിയർപ്പുള്ള ജീവി എന്നാണ് അറിയപ്പെടുന്നത്. തൊലിപ്പുറത്ത് കാണപ്പെടുന്ന ചുവന്ന തുള്ളികൾ എന്താണ്? ഉത്തരം സ്രവമാണ്. പക്ഷിപ്പാട്ട്, കപ്പപ്പാട്ട് എന്നിവ ഏത് സംഗീത വിഭാഗത്തിൽ പെടുന്നു? മാപ്പിളപ്പാട്ട്. തെറ്റായ ജോഡി? ഉത്തരം നേരെ പറയാണ്, ഓപ്ഷൻ ഡി. ഡേവിഡ് കപ്പ് ബാഡ്മിൻ്റൺ എന്നുള്ളതാണ് തെറ്റ്. നെഹ്റു ഗോൾഡ് കപ്പ് ഫുട്ബോള്, വേൾഡ് കപ്പ് ക്രിക്കറ്റ്, ആഗാഖാൻ കപ്പ് ഹോക്കി. അപ്പോൾ അവിടെ 3 ചോദ്യവും ഉത്തരവുണ്ട്. നെഹ്റു ഗോൾഡൻ കപ്പ് ഫുട്ബോള്, വേൾഡ് കപ്പ് ക്രിക്കറ്റ്,
ആഗാ ഖാൻ കപ്പ് ഹോക്കി. ഡേവിഡ് കപ്പ് ബാഡ്മിൻ്റൺ റോങ് ആൻസർ ആണ് കേട്ടോ. ഈയിടെ അന്തരിച്ച അകിത മിയാവാക്കി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതിയാണ്. മെയ് 21 കേരളം, കർണാടകം, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ തീരപ്രദേശത്ത് നാശം വിധിച്ച അതിതീവ്ര ചുഴലിക്കാറ്റ് യാസ്. OTTയുടെ പൂർണ്ണ രൂപം ഓവർ ദി ടോപ്പ്. ODDയുടെ ഏതാണ്? ഓവർ ദി ടോപ്പ്. കേരളത്തിന് എത്ര വർഷങ്ങൾക്കു ശേഷമാണ് ഒരു ഒളിമ്പിക് മെഡൽ ജേതാവിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത്? 49 വർഷങ്ങൾക്ക് ശേഷമാണ്. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം ചെറുകുടലിൽ വെച്ചാണ് ദഹന പൂർത്തിയാകുന്നത് കേട്ടോ. കാഴ്ചയുമായി ബന്ധപ്പെട്ട ജീവകം A ആണ് കാഴ്ചയുമായി ബന്ധപ്പെട്ട ജീവകം. സങ്കര ഇനത്തിൽപ്പെട്ട നെല്ലാണ് പവിത്ര. പവിത്ര എന്ന ഇനം ഏതാണ്? നെല്ലാണ് കേട്ടോ. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവി. ഉത്തരം ആനയാണ്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നം ഗ്ലൂക്കോസ് ആണ്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നം ഗ്ലൂക്കോസ്. കേരളത്തിൽ ആദ്യം നിപ്പ റിപ്പോർട്ട് ചെയ്ത ജില്ല? ഉത്തരം കോഴിക്കോടാണ്. താഴെ പറയുന്നവയിൽ കോവിഡ് വാക്സിൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ A ജോൺസൺ ആൻഡ് ജോൺസൺ. ആറ്റോമിക നമ്പർ 13 മാസ് നമ്പർ 22 ഒരു ആറ്റത്തിൻ്റെ എത്ര ന്യൂട്രോണുകൾ ഉണ്ട്? ഒരാറ്റത്തിൽ എത്ര ന്യൂട്രോണുകൾ ഉണ്ട്? 9. ആറ്റോമിക നമ്പർ 13 മാസ് നമ്പർ 22 ഒരു ആറ്റത്തിൽ എത്ര ന്യൂട്രോണുകൾ ഉണ്ട്? ഉത്തരം 9. താഴെ പറയുന്നവയിൽ സംക്രമണ മൂലകമല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ D ആണ്. കാൽസ്യമാണ്. ഉത്തരം കാൽസ്യം.